മഹാത്മാഗാന്ധി ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ വ്യക്തിയാണ്. താങ്കൾ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഓർക്കുന്നത്? താങ്കൾക്കറിയാമല്ലോ, ഞാൻ ജനിച്ചത് ഗുജറാത്തിലാണ്. എൻ്റെ മാതൃഭാഷ ഗുജറാത്തിയാണ്. മഹാത്മാഗാന്ധി ജനിച്ചതും അതേ ഗുജറാത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയും ഗുജറാത്തി തന്നെയാണ്. അദ്ദേഹം പഠിച്ച് ബാരിസ്റ്ററായി വിദേശത്ത് വളരെ ഉയർന്ന ജോലി ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് അവിടെ തന്നെ തുടരാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാവമുണ്ടല്ലോ, അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സംസ്കാരം. അദ്ദേഹത്തിന് വിദേശത്ത് ലഭിച്ച എല്ലാ അവസരങ്ങളും ഉപേക്ഷിച്ച് ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം തിരികെ എത്തി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നേതൃത്വം വഹിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം മുന്നോട്ട് വച്ച പ്രഭാവം ഇന്നും ഭാരതീയരിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ജനങ്ങളോട് എന്താണോ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പകർത്താനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണം നോക്കിയാൽ ശുചിത്വം. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുക മാത്രമല്ല, അദ്ദേഹം സ്വയം എവിടെ പോയാലും അത് ചെയ്ത് കാണിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെവിടെ പോയാലും അദ്ദേഹം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം നോക്കൂ. ഭാരതത്തിൽ മുഗൾ രാജാക്കന്മാരാവട്ടെ, ഇംഗ്ലീഷുകാരാവട്ടെ, ഡച്ചുകാരാവട്ടെ, അങ്ങനെ പല വിദേശ ശക്തികളും ഭാരതത്തെ അടക്കി ഭരിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് നൂറുകണക്കിന് വർഷത്തെ ചരിത്രമുണ്ട്. ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമില്ലാതിരുന്ന ഒരു കാലഘട്ടവുമില്ല, ഒരു ഭൂപ്രദേശവുമില്ല. എല്ലായിടത്തും വിദേശ ശക്തികൾക്കെതിരെ എല്ലാ കാലത്തും വിപ്ലവം നടന്നുകൊണ്ടേയിരുന്നിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തൻ്റെ ജീവിതവും ജീവനും ബലി കഴിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നത്, പീഡകൾ അനുഭവിച്ചത്. മഹാത്മാഗാന്ധിയും അതേ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തന്നെയാണ് പോരാടിയത്. പക്ഷേ വ്യത്യാസം എന്തായിരുന്നു? ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരവധി ആളുകൾ, വീരപുരുഷന്മാർ, നിരവധി സാധാരണക്കാർ, നേതാക്കൾ ഒക്കെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ ബലികഴിക്കുകയാണ് ചെയ്തത്. മഹാത്മാഗാന്ധിക്ക് മാത്രമാണ് ആ സ്വാതന്ത്ര്യ സമരം വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഗാന്ധിജി നടത്തിയത് ജനകീയ വിപ്ലവമായിരുന്നു. സാധാരണക്കാരെ പോലും അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളാക്കി മാറ്റി. തെരുവ് വൃത്തിയാക്കുന്നവരാവട്ടെ, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാകട്ടെ, കക്കയിൽ നൂൽ നിൽക്കുന്നവരാവട്ടെ, ഖാദിയിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, അങ്ങനെ ഭാരതത്തിൽ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന എല്ലാവരോടും ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയാണെന്ന്. മഹാത്മാഗാന്ധിയുടെ ഈ ഒരു രീതി കാരണം ഭാരതത്തിലെ ഓരോ വ്യക്തിയും സ്വയം കരുതി ഞങ്ങളെല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന സൈനികരാണെന്ന്. ആ ഒരു ചിന്താഗതി എല്ലാ സാധാരണ ജനങ്ങളിലും എത്തിക്കാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞു. അത് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാക്കാനുമായില്ല. ബ്രിട്ടീഷുകാർ ഒരിക്കലും മനസ്സിൽ പോലും കരുതിയിരുന്നില്ല ഒരു നുള്ളു ഉപ്പ് കൊണ്ട്, ദണ്ഡിയാത്ര കൊണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ ജനകീയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യം. മഹാത്മാഗാന്ധി അത് ചെയ്തു കാണിച്ചു. അദ്ദേഹത്തിന്റെ ശൈലി, സംഭാഷണം, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, രീതികൾ, ജനങ്ങളോടുള്ള ഇടപെടൽ എല്ലാം തന്നെ ഒരു വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഞാൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ബക്കിംഗ്ഹാം പാലസിൽ കിങ് ജോർജിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷവിധാനം അറിയാമല്ലോ. അദ്ദേഹം സാധാരണ ഉപയോഗിക്കുന്ന ആ ധോത്തിയും ആ പുതപ്പുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. ഈ വേഷത്തിലാണോ താങ്കൾ കിങ് ജോർജിനെ കാണാൻ പോകുന്നത് എന്ന് പലരും ചോദിച്ചു. മഹാത്മാഗാന്ധി അവരോട് തിരിച്ചു ചോദിച്ചത് ഇങ്ങനെയാണ്: ഞാൻ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ധരിക്കാനുള്ള വസ്ത്രം നിങ്ങളുടെ രാജാവ് ധരിച്ചിട്ടുണ്ടല്ലോ, അതുപോരെ എന്നാണ്. തമാശ രൂപത്തിലാണെങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ളത് അവിടെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോരുന്നത്. അതാണ് ഗാന്ധിജിയുടെ പ്രത്യേകത. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നിരവധി അനുഭവങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൽ തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ജനങ്ങളെ ഒത്തൊരുമയോടുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് പോരാടാൻ കാണിച്ച ഒരു മനസ്ഥിതിയാണ്. ഇപ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയിലും ഞാൻ ഭാരതത്തിൽ എന്ത് പദ്ധതികൾ കൊണ്ടുവന്നാലും പരമാവധി ആളുകളെ അതിൻ്റെ ഭാഗമാക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളെ കൂടെ ചേർത്തുകൊണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടും മാത്രമേ ഏതൊരു പദ്ധതിയും നമുക്ക് വിജയിപ്പിക്കാനാകൂ. ജനങ്ങളുടെ സഹകരണത്തോടുകൂടി മാത്രമേ രാജ്യത്തിന് മുമ്പോട്ട് പോകാനാവുകയുള്ളൂ. സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനുമൊക്കെ എത്രയോ വലുതാണ്. പ്രധാനമന്ത്രിജി, അപ്പോൾ നമുക്ക് സംശയത്തിനിടയില്ലാതെ ഇങ്ങനെ പറയാം, 20ാം നൂറ്റാണ്ടിലെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി
മഹാത്മാഗാന്ധിയായിരുന്നു. അതേസമയം തന്നെ താങ്കളാണ് 21-ാം നൂറ്റാണ്ടിലെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയും. പക്ഷേ 2 നൂറ്റാണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. താങ്കൾ 21-ാം നൂറ്റാണ്ടിലെ ഈ ജിയോ പൊളിറ്റിക്സ് ഗെയിമിലെ മാസ്റ്ററാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ലോകത്തിലെ സൂപ്പർ പവർ രാജ്യങ്ങളോട് പോലും നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഭാരതത്തെ കൊണ്ടുവന്നെത്തിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലോക നേതാക്കൾക്കെല്ലാം താങ്കളോട് വലിയ സ്നേഹമാണ്. അതേസമയം തന്നെ താങ്കൾ ശക്തനുമാണ്. എങ്ങനെയാണ് താങ്കൾ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്? നോക്കൂ, ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, എന്നെയും ഗാന്ധിജിയും തമ്മിൽ താരതമ്യപ്പെടുത്തി സംസാരിച്ചത് ശരിയായ കാര്യമേ അല്ല. മഹാത്മാഗാന്ധി കേവലം 20-ാം നൂറ്റാണ്ടിൻ്റെ മാത്രം മഹത്തായ വ്യക്തിയല്ല. 21-ാം നൂറ്റാണ്ടിലും 22-ാം നൂറ്റാണ്ടിലും എല്ലാ കാലത്തും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഭാവമുള്ള വ്യക്തിയായി മഹാത്മാഗാന്ധി എന്നും തുടരുക തന്നെ ചെയ്യും. ഇന്നും അദ്ദേഹത്തിന് ജനമനസ്സിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്, സ്വാധീനമുണ്ട്. പക്ഷേ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ജനങ്ങൾ അവരെ സേവിക്കാൻ ഒരവസരം നൽകിയെന്ന് മാത്രമാണ്. എന്നേക്കാൾ എത്രയോ വലുതാണ് എൻ്റെ രാജ്യവും എൻ്റെ രാജ്യത്തെ ജനങ്ങളും. എൻ്റെ രാജ്യത്തിൻ്റെ വലിപ്പവും പ്രാധാന്യവും വെച്ച് നോക്കുമ്പോൾ വ്യക്തികൾക്ക് അവിടെ യാതൊരു വിലയുമില്ല. എനിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഭാരതത്തിലെ 140 കോടി ജനങ്ങളുടെ ശക്തിയാണ്. ആയിരക്കണക്കിന് വർഷമായി ഭാരതം തുടർന്നു പോരുന്ന ആ പാരമ്പര്യത്തിൻ്റെ ശക്തിയാണ്. അതാണ് എൻ്റെ ധൈര്യം. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെ പോയാലും മോദിയായിട്ടല്ല ഞാൻ പോകുന്നത്. ലോകത്ത് ഏത് നേതാവിനെ കണ്ടാലും ആരോട് സംസാരിച്ചാലും അവർക്ക് നേരെ ഞാൻ ഷെയ്ക്ക് ഹാൻഡിനായി കൈകൾ നീട്ടുമ്പോഴും മോദി എന്ന നിലയിലല്ല. 140 കോടി ഭാരതീയരുടെ ശക്തി എനിക്ക് പിന്നിലുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഭാരതം എന്ന സംസ്കാരം, ആ ശക്തി എൻ്റെ പിന്നിലുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാൻ അവർക്ക് നേരെ കൈനീട്ടുന്നത്. ശക്തിയും കഴിവും മോദിയുടേതല്ല. ശക്തിയും കഴിവും ഭാരതത്തിൻ്റെതാണ്, ഭാരതീയരുടേത് തന്നെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2013-ൽ എൻ്റെ പാർട്ടി എന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചതിന് ശേഷം എതിരെ ഉണ്ടായ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത്, മോദി ഒരു സംസ്ഥാനത്തെ മാത്രം നേതാവാണ്. മോദിക്ക് എങ്ങനെയാണ് ലോകകാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നത്, ലോക നേതാക്കളുമായി ചർച്ച നടത്താൻ കഴിയുന്നത്? ഭാരതത്തിൻ്റെ കാര്യം ഒരു സംസ്ഥാനം മാത്രം ഭരിച്ച പരിചയമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നതായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഇൻ്റർവ്യൂവിലും ഇതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ അവരോട് പറഞ്ഞത് എങ്ങനെയാണ്, വെറും ഒരു ഇൻ്റർവ്യൂവിൽ ഭാരതത്തിൻ്റെ വിദേശകാര്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്നാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ഭാരതം ലോകത്തെ ഏത് രാജ്യ നേതാക്കളോട് സംസാരിച്ചാലും അവരോട് കണ്ണുകൾ താഴ്ത്തി തലകുനിച്ചും സംസാരിക്കുകയില്ല, അനാവശ്യ രീതിയിൽ തല ഉയർത്തിയും സംസാരിക്കില്ല. എന്നാൽ ഏത് രാജ്യത്തോടും ഏത് ലോക നേതാക്കളോടും നേർക്ക് നേരെ നിന്ന് കണ്ണിൽ നോക്കി ഭാരതത്തിന് വേണ്ടി സംസാരിക്കുമെന്നാണ്. 2013-ൽ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ വാക്കുകളാണിത്. ഇന്നും അതേ രീതി തന്നെയാണ് ഞാൻ പിന്തുടരുന്നത്. എനിക്ക് എൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത്. ഏതെങ്കിലും ഒരു രാജ്യ നേതാവിനെ താഴ്ത്തിക്കെട്ടാനോ ചീത്ത പറയാനോ മോശമാക്കാനോ ഞാൻ തയ്യാറല്ല. ഇത് ഞങ്ങളുടെ സംസ്കാരവുമല്ല, ഞങ്ങളുടെ രീതിയുമല്ല. ഞങ്ങൾ ഭാരതം എപ്പോഴും ചിന്തിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ ആളുകളുടെയും പുരോഗതി എന്നതാണ്. ഭാരതം എപ്പോഴും ലോകത്തിലെല്ലാവരും നന്നായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ എല്ലാവരുടെയും സുഹൃത്തായിരിക്കണം എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വസുദൈവ കുടുംബകം എന്ന ചിന്താഗതിയുള്ള രാജ്യമാണ് ഭാരതം. ഈ ഭൂമി മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഐശ്വര്യത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെയും ഇരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ നാടാണ് ഭാരതം. അതുകൊണ്ട് തന്നെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പരിസ്ഥിതിയുടെ മീറ്റിംഗിലാണെങ്കിലും സോളാർ അലയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഭാരതത്തിൻ്റെ മാത്രം കാര്യമല്ല പറയുന്നത്. ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും പുരോഗതിക്കും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. കോവിഡ്-19 കാലഘട്ടത്തിൽ ഭാരതത്തിൽ G20 സമ്മിറ്റ് നടന്നപ്പോൾ ലോകത്തിലെ എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, 1 എർത്ത്, 1 ഫാമിലി, 1 ഫ്യൂച്ചർ. ഇതായിരുന്നു ഞങ്ങളുടെ മന്ത്രം. കാലഘട്ടത്തിനനുസരിച്ച് റിന്യൂവബിൾ എനർജിയുടെ നിലനിൽപ്പിന് വേണ്ടി ഭാരതം രൂപീകരിച്ചതാണ് സോളാർ അലയൻസ്. സോളാർ അലയൻസിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്നത് 1 സൺ, 1 ഗ്രിഡ്, 1 വേൾഡ് എന്നായിരുന്നു. ഗ്ലോബൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ഡിസ്കഷൻ വന്നപ്പോൾ
ഞാൻ പറഞ്ഞത് വൺ എർത്ത് വൺ ഹെൽത്ത് എന്നായിരുന്നു. വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് കേവലം മനുഷ്യരുടെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാ സസ്യജാലങ്ങളെയും എല്ലാ മൃഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ചിന്താഗതി തന്നെയാണ്. അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. ലോകത്തിന്റെ പുരോഗതിക്കും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് ഞാനും ഓരോ സ്ഥലത്തും സംസാരിക്കേണ്ടത് എന്ന ബോധ്യം എനിക്കുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ലോകത്തിന് പരസ്പര സഹകരണത്തോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ എല്ലാ രാജ്യങ്ങളും പരസ്പരം നല്ല ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുമുണ്ട്. ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ഈ രീതിയിൽ എല്ലാവരെയും ഐക്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന ഇവിടെ ഉണ്ടായി. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചുള്ള റിഫോം ആ സംഘടനയ്ക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ സംഘടനയ്ക്ക് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തി ഇല്ലെന്ന് തന്നെ പറയാം. പ്രധാനമന്ത്രിജി, ഇന്നത്തെ ലോകത്ത് പല രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിൽ യുദ്ധങ്ങൾ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലോകത്തിലെ പല രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു ടേബിളിലിരുത്തി ഒരു സമാധാന വാഹകനാകാൻ കഴിയുന്ന ഒരാളായി താങ്കൾ മാറിയിട്ടുണ്ട്. പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളോട് ഒരേ സമയം ചർച്ച ചെയ്യാനും സമാധാനം കൊണ്ടുവരാനും താങ്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വരുന്നത് ഭഗവാൻ ബുദ്ധന്റെ ഭൂമിയിൽ നിന്നാണ്. എൻ്റെ ഭാരതം മഹാത്മാഗാന്ധിയുടെ നാടാണ്. അവരുടെ ജീവിതവും അവരുടെ എഴുത്തും അവരുടെ വാക്കുകളും എല്ലാം ലോക സമാധാനം ലക്ഷ്യമാക്കി മാത്രമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ സാംസ്കാരികപരമായും ചരിത്രപരമായും എൻ്റെ നാടിന് ആ മഹത്വമുണ്ട്. ഞങ്ങൾ ഭാരതം സമാധാനത്തിന് വേണ്ടി സംസാരിച്ചാൽ അത് കേൾക്കാൻ ലോകത്തിലെ ഏതൊരു രാജ്യവും തയ്യാറാകും. കാരണം ഞങ്ങൾക്ക് ആ പാരമ്പര്യമാണുള്ളത്. ഭാരതം ഒരു കാലത്തും യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടേയില്ല, സംഘർഷങ്ങൾക്ക് പിന്തുണ കൊടുത്തിട്ടുമില്ല. ഭാരതം മറ്റൊരു രാജ്യത്തോടും സംഘർഷം ആഗ്രഹിക്കുന്ന ഒരു നാടല്ല. രാജ്യത്തോടൊന്നല്ല, പ്രകൃതിയോട് പോലും സംഘർഷം ആഗ്രഹിക്കാത്ത ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് റഷ്യയുമായും നല്ല ബന്ധമാണുള്ളത്, ഉക്രൈനുമായും നല്ല ബന്ധമാണുള്ളത്. ഞാൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ ഒപ്പമിരുന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്നുകൊണ്ട് അദ്ദേഹത്തോട് ഇത് യുദ്ധത്തിൻ്റെ സമയമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഉക്രൈൻ്റെ സെലൻസ്കിയുടെ അടുത്ത് പോയി സൗഹൃദഭാവത്തിൽ ലോകത്തിൽ എത്ര രാജ്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായാലും സംഘർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല, സമാധാനമാണ് വേണ്ടത് എന്ന് പറയാനും അവരെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട്. യുദ്ധം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഉക്രൈനും റഷ്യയും രണ്ടുപേരുടെയും പ്രതിനിധികൾ ഒരു ടേബിളിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാനിത് പറയുമ്പോൾ സെലൻസ്കിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് സെലൻസ്കിക്ക് അത്തരമൊരു ടേബിൾ ചർച്ചയിലേക്ക് വരേണ്ടി വന്നിട്ടുണ്ട്. സമാധാനം ഉണ്ടാകേണ്ടത് ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ്. കാരണം അവർ തമ്മിൽ യുദ്ധം ചെയ്തതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചത് എല്ലാ രാജ്യങ്ങളുമാണ്. ഗ്ലോബൽ സൗത്തിൽ രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. മിക്ക രാജ്യങ്ങളിലും ഭക്ഷണം, വളം, ഇന്ധനം ഇതിനെല്ലാം വില കൂടി. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കേണ്ടത് റഷ്യയും ഉക്രൈനും തമ്മിൽ സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തണമെന്നാണ്. ഞാൻ റഷ്യയുടെയോ ഉക്രൈൻ്റെയോ പക്ഷമല്ല, ഞാൻ ന്യൂട്രലുമല്ല, ഞാൻ സമാധാനത്തിന്റെ പക്ഷത്താണ്. പ്രധാനമന്ത്രിജി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ പവർ കൈവശമുള്ള രാജ്യമാണ്. എന്നാൽ ആശയപരമായി രണ്ട് ധ്രുവത്തിലാണ്. എപ്പോഴും സംഘർഷങ്ങൾ നിലനിൽക്കുന്ന മേഖലയാണ്. താങ്കൾ ഒരു സമാധാനത്തിന്റെ വാഹകനാണെന്നാണ് പറയുന്നത്. ഭാവിയെ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരാൾ കൂടിയാണ്. താങ്കൾക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാനം കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ കഴിയും? നോക്കൂ, ഒന്നാമത്തെ കാര്യം, കുറച്ച് ചരിത്രങ്ങൾ പറയേണ്ടതുണ്ട്. അത് ലോകത്തിലെല്ലാവർക്കും കൃത്യമായി അറിയണമെന്നില്ല.
1947 മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ എല്ലാവരും തോളോട് തോൾ ചേർന്നാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി യുദ്ധം ചെയ്തത്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഭാരതം ആ സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ സമയത്താണ് മതത്തിൻ്റെ പേരിൽ പ്രത്യേക രാജ്യം വേണമെന്നാവശ്യപ്പെട്ട് അവർ വിഘടനവാദം തുടങ്ങിയത്. ഇതേക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ഭാരതം രണ്ടായി വിഭജിച്ചു. മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാജ്യം വേണമെന്നുള്ള ആവശ്യം അംഗീകരിക്കപ്പെട്ടു. അവർക്ക് പ്രത്യേകമായ ഒരു രാജ്യം ലഭിക്കുകയും ചെയ്തു. ഭാരതത്തിൽ തുടരാൻ ആഗ്രഹിച്ച ജനങ്ങളുണ്ടല്ലോ, അവർ വളരെയധികം വിഷമത്തോടുകൂടി തന്നെയാണ് രാജ്യത്തെ രണ്ടായി വെട്ടിമുറിക്കാൻ അനുവദിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ തോളോട് തോൾ ചേർന്ന് പോരാടി സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു രാജ്യം ഒരു രാത്രിയിൽ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടത് ഭാരതീയർ വളരെ വിഷമത്തോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലേക്ക് വരുന്ന ട്രെയിനിൽ നിരവധി ജനങ്ങളുടെ മൃതദേഹങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ക്രൂരമായി ആക്രമിക്കപ്പെട്ട, ബലാത്സംഗം ചെയ്യപ്പെട്ട, അവയവങ്ങൾ അറ്റുപോയ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മനുഷ്യ ശരീരങ്ങളെയാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ട്രെയിനിൽ കയറ്റി അയച്ചത്. ഒന്നാലോചിച്ച് നോക്കൂ. അവർക്ക് കിട്ടിയ ആ ഭൂമിയിൽ അവരുടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് അവർ ജീവിക്കാനല്ല ശ്രമിച്ചത്. ഒന്നായിരുന്ന ഭൂമിയെ രണ്ടാക്കി മുറിച്ച അന്ന് മുതൽ തന്നെ അവർ ഭാരതത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ അതിർത്തിയിൽ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേക ആശയപരമായ സമരമൊന്നുമല്ല. ആളുകളെ കൊല്ലൂ, വെട്ടു, കുത്തു, ഇത് മാത്രമാണ് അവരുടെ ചിന്താഗതി. ലോകത്തെവിടെയും തീവ്രവാദം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറിയായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ഭാരതത്തെ മാത്രമല്ല അവർ ആ രീതിയിൽ ദ്രോഹിക്കുന്നത്. ലോകത്ത് എവിടെ, ഏത് രാജ്യത്ത് എന്ത് തീവ്രവാദാക്രമണം ഉണ്ടായാലും അതിൻ്റെ വേരുകൾ നിങ്ങൾ അന്വേഷിച്ചു പോയാൽ എത്തപ്പെടുന്നത് അവസാനം പാകിസ്ഥാനിലായിരിക്കും. നോക്കൂ, അമേരിക്കയിലെ തന്നെ സെപ്റ്റംബർ 11 ട്വിൻ ടവർ ഭീകരാക്രമണം, അതിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്ന ഒസാമ ബിൻ ലാദനെ അവസാന കാലഘട്ടത്തിൽ ലഭിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനാണ് ഒസാമ ബിൻ ലാദന് അഭയം കൊടുത്തത്. ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ തീവ്രവാദ ചിന്താഗതി, തീവ്രവാദ മനോഭാവം, തീവ്രവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാന് ഇതൊരു ശീലമായിരിക്കുന്നു. ലോകത്തിനാകെ ഇവർ ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു. ഞങ്ങൾ തുടർച്ചയായി അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ വഴിയിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കണമെന്ന്. ഇതുകൊണ്ട് ആർക്കെന്തു ഗുണമാണെന്ന് ഞങ്ങൾ പലപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ പല തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, താങ്കൾ ചോദിച്ചില്ലേ പാകിസ്ഥാനുമായി സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി താങ്കൾ എന്ത് ചെയ്തെന്ന്. ഇവരോട് സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ സ്വയം ലാഹോറിൽ പോയ ആളാണ്. 2014 ഞാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യമായി ചുമതലയേറ്റപ്പോൾ ഞാൻ പാകിസ്ഥാന്റെ ഭരണാധികാരിയെ പ്രത്യേകം ക്ഷണിച്ചതാണ് എൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ഞാൻ ചിന്തിച്ചത് ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്നാണ്. ഞങ്ങൾ ഓരോ തവണ അങ്ങോട്ട് കൈനീട്ടുമ്പോഴും അവർ അത് നിരസിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എല്ലാ കാലത്തും. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ വളരെ വിഷമത്തിലാണ്, ഞങ്ങൾക്കതറിയാം. ഒന്നും ഇങ്ങനെ കരഞ്ഞും ദാരിദ്ര്യത്തിലും ജീവിക്കാൻ പാകിസ്ഥാനിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല. എല്ലാ ദിവസവും അവിടെ സ്കൂൾ കുട്ടികൾ പോലും മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അവസാനിക്കേണ്ടതാണ്. പാകിസ്ഥാനുമായി സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി താങ്കൾ നടത്തിയ ശ്രമങ്ങൾ, അതിന്റെ ഓർമ്മകളിൽ എന്തെങ്കിലും അനുഭവം താങ്കൾക്ക് പറയാനുണ്ടോ? നോക്കൂ, അത്ര നല്ല ബന്ധത്തിലല്ലാത്ത ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഞാൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിലേക്ക് ഏറ്റവും ആദ്യം പ്രത്യേകമായി ക്ഷണിച്ചത്. വർഷങ്ങൾക്ക് ശേഷമാണ് സമാധാനത്തിനായുള്ള അത്തരമൊരു പരിശ്രമം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ഞാൻ ചെയ്തു. 2013 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ നരേന്ദ്രമോദിയുടെ വിദേശ നയം എന്തായിരുന്നു എന്ന് ചോദിച്ചിരുന്ന പല ആളുകളെയും സ്തബ്ധരാക്കിക്കൊണ്ടാണ് ഞാൻ പ്രധാനമന്ത്രിയായ സമയത്ത് എല്ലാ സാർക്ക് രാജ്യങ്ങളുടെയും തലവന്മാരെ എൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചത്. അന്നത്തെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി എഴുതിയിട്ടുണ്ട്. ഭാരതത്തിന്റെ വിദേശ നയം എത്ര സ്പഷ്ടവും വ്യക്തവും കൃത്യവുമായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായിരുന്നു അത്. ഭാരതം എല്ലാ കാലത്തും സമാധാനത്തിന് വേണ്ടി മുൻകൈയെടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായിരുന്നു അത്. ആ സന്ദേശം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും കൃത്യമായി എത്തുകയും ചെയ്തു. പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല. കുറച്ചു നേരമായി നമ്മൾ ഒരുപാട് ടെൻഷനുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിൽ നിന്ന് മാറ്റത്തിനായി
ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളി എല്ലാ കാലത്തും വളരെ വലിയ ചർച്ചയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണോ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമാണോ ഏറ്റവും മികച്ച ടീം? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ നല്ലതാക്കുന്നതിന്, സമാധാനമുണ്ടാക്കുന്നതിന് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് എന്ത് മാറ്റങ്ങൾ വരുത്താനാകും? നോക്കൂ, സ്പോർട്സ് അത് ഏത് ഗെയിമാണെങ്കിലും ലോകത്തിലെ എല്ലാ രാജ്യത്തും ഒരു പ്രത്യേക ഊർജം പകരുന്നതിനുള്ള ഒരു മാർഗം തന്നെയാണ്. ഞാൻ സ്പോർട്സിനെ മാറ്റി നിർത്തി ഒരിക്കലും ചിന്തിക്കാറേയില്ല. ഞാൻ സ്പോർട്സിനെയും ഗെയിംസിനെയും എല്ലാ കാലത്തും മനുഷ്യരുടെ പുരോഗതിക്കും സമാധാനത്തിനും ഐക്യത്തിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപാധിയായി തന്നെയാണ് കാണുന്നത്. രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ചത് ഏത് ടീമാണ് നല്ലത്, ഏത് ടീമാണ് മോശം എന്നാണ്. കളിയുടെ ടെക്നിക്കുകൾ വെച്ച് പരിശോധിച്ചാൽ അതിൽ വലിയ വിദഗ്ധനൊന്നുമല്ല. ആ വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രമേ ഏത് കളിക്കാരനാണ് നല്ലത്, ഏത് ടീമാണ് നല്ലത് എന്നൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരമുണ്ടായി. ആരാണ് ജയിച്ചത് എന്ന് ലോകം കണ്ടതാണ്. ജയിച്ചത് ആരാണോ അവരായിരിക്കുമല്ലോ ഏറ്റവും മികച്ച ടീം. ഇനി നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാം. ഫുട്ബോളും ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആണല്ലോ. എല്ലാ കാലഘട്ടത്തിലെയും ഏറ്റവും മികച്ച ഫുട്ബോളർ ആരെന്ന് ഞാൻ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ ആരുടെ പേര് പറയും? മെസ്സി, പെലെ, മറഡോണ, ക്രിസ്ത്യാനോ റൊണാൾഡോ, സിനദിൻ സിദാൻ. ശരിയാണ്, തീർച്ചയായും ഭാരതത്തിൽ ഇപ്പോൾ ഫുട്ബോളിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഭാരതത്തിലെ വനിതാ ഫുട്ബോൾ ടീമും ഭാരതത്തിലെ ജൂനിയർ ടീമും വളരെ നന്നായി തന്നെ ഫുട്ബോളിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഫുട്ബോളിന്റെ പഴയ കാലഘട്ടത്തെക്കുറിച്ച് ചോദിച്ചാൽ 80കളുടെ കാലം നോക്കിയാൽ മറഡോണയുടെ പേരാണ് എപ്പോഴും മനസ്സിൽ ഉയർന്നു വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹീറോ അദ്ദേഹം തന്നെയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് മറഡോണയെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അതേസമയം ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് മെസ്സിയുടെ പേര് തന്നെയാണ്. താങ്കൾ ഫുട്ബോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് മധ്യപ്രദേശ് എന്നൊരു സംസ്ഥാനമുണ്ട്. ഇവിടെ ഷഹദൂൽ എന്നൊരു ജില്ലയുണ്ട്. കൂടുതലും ആദിവാസി ജനവിഭാഗം അധിവസിക്കുന്ന മേഖലയാണത്. ആദിവാസി വനിതകളുടെ സ്വയം സഹായ സംഘത്തിന്റെ പരിപാടിയുടെ ഭാഗമായി ഞാൻ ഒരിക്കൽ അവിടെ പോയിരുന്നു. ഞാൻ എല്ലാ മാസവും രാജ്യത്തിന്റെ പല ഭാഗത്ത് ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ പോകാറുണ്ട്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു അവിടെ ഏതാണ്ട് 80-100 ചെറുപ്പക്കാർ, ചില കുട്ടികളുമുണ്ട്, മുതിർന്നവരുമുണ്ട്. എല്ലാവരും സ്പോർട്സ് യൂണിഫോം ഒക്കെ ഇട്ട് അവിടെ നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ മിനി ബ്രസീലിൽ ഉള്ളവരാണെന്ന്. ഞാൻ ചോദിച്ചു, ഈ മിനി ബ്രസീൽ എന്ന് പറഞ്ഞാൽ? അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തെ എല്ലാവരും വിളിക്കുന്നത് മിനി ബ്രസീൽ എന്നാണെന്ന്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാ വീട്ടിലും ഒരാളെങ്കിലും കഴിഞ്ഞ 4 തലമുറയായി ഫുട്ബോൾ കളിക്കുകയാണെന്ന്. ഏതാണ്ട് 80ഓളം നാഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സ് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് മാത്രം പോയിട്ടുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഗ്രാമം മുഴുവൻ ഫുട്ബോളിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾ ആനുവൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കാറുണ്ട്. അത് കാണാനായി കുറഞ്ഞത് 25,000 ആളുകളാണ് വരുന്നതെന്ന്. അവരെ ഞാൻ പ്രത്യേകമായി പരിഗണിച്ച് അവർക്ക് പ്രത്യേകമായി പദ്ധതികളും തയ്യാറാക്കി വേണ്ട പ്രോത്സാഹനവും നൽകുന്നുണ്ട്. തീർച്ചയായും പ്രധാനമന്ത്രി, ഫുട്ബോൾ എന്ന് പറയുന്നത് ഇന്ത്യയെ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളെയും ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഗെയിമാണ്. പ്രധാനമന്ത്രിജി, താങ്കൾ വളരെ അടുത്ത് അമേരിക്കയിൽ പോയിരുന്നു. പുതിയ പ്രസിഡന്റ് ട്രംപിനെ കണ്ടിരുന്നു. ഒരു ഫ്രണ്ട് എന്ന നിലയിലും ഒരു നേതാവ് എന്ന നിലയിലും താങ്കൾക്ക് ട്രംപിൽ ഇഷ്ടപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ട്രംപുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ മാത്രം പറയാം. താങ്കൾക്ക് അതിൽ നിന്ന് ജഡ്ജ് ചെയ്തെടുക്കാൻ കഴിയും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. കഴിഞ്ഞ തവണ ട്രംപ് പ്രസിഡന്റായിരിക്കുമ്പോൾ ഇവിടെ ഹൂസ്റ്റണിൽ ഹൗഡി മോദി എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. ഞാനും പ്രസിഡന്റ് ട്രംപും ഒരുമിച്ചാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ആ സ്റ്റേഡിയം നിറയെ ആളുകളായിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിക്ക് ഇത്രയും ആളുകളൊക്കെ വരാറുണ്ടായിരിക്കാം, പക്ഷെ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമിന് ഇത്രയും ആളുകൾ വരുന്നത് വളരെ അപൂർവമാണ്. ഞങ്ങൾ രണ്ടുപേരും ആ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം കാണികൾക്കൊപ്പം എൻ്റെ മുമ്പിലിരുന്നാണ് എന്നെ കേട്ടത്.
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ അത്രയും വലിയ വേദിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. എന്നെ കേൾക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ജനങ്ങൾക്കൊപ്പം താഴെയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയതിനു ശേഷം താഴെ അദ്ദേഹത്തിനടുത്തേക്ക് പോയി. താങ്കൾക്കും അറിയാമല്ലോ അമേരിക്കൻ പ്രസിഡന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണെന്ന്. എത്ര സ്ക്രൂട്ടണിയും എത്ര പ്രൊസീജിയറും ഉണ്ടായിരിക്കും എന്ന് എനിക്കും അറിയാം. പ്രസംഗം പൂർത്തിയാക്കി അദ്ദേഹത്തിനടുത്ത് പോയി നന്ദി പറയുകയും ഒപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഈ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് ഈ ഗ്രൗണ്ടിന് ചുറ്റും ഒന്ന് നടന്നാലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ ഒന്ന് വലം വെച്ച് അവരെ ഒന്ന് കൈവീശി കാണിച്ച് മടങ്ങി വരാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സെക്യൂരിറ്റിയും പ്രോട്ടോക്കോളും വെച്ച് നോക്കിയാൽ അത് ഒരിക്കലും സംഭവ്യമായ കാര്യമേ ആയിരുന്നില്ല. അതായത് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് നടന്നു പോകാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഞാൻ പറഞ്ഞത് കേട്ട് അദ്ദേഹം എന്നോടൊപ്പം വന്നു. അമേരിക്കയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം പെട്ടെന്ന് ചകിതരായിപ്പോയി. ഞാൻ അപ്പോൾ ആലോചിച്ചത് അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ചാണ്. അത് എന്നോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. ഇതാണ് എനിക്ക് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന് എന്നോടുള്ള ബന്ധം. അന്ന് ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കി. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോട് പോലും ചോദിക്കാതെ. ആ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിശയം തോന്നും. നോക്കൂ, ഇത്തവണ അദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് വെടിയേറ്റിരുന്നു. എനിക്ക് അപ്പോഴും ആ പഴയ ട്രംപിനെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. അന്ന് ഒരു ഭയവുമില്ലാതെ എന്നോടൊപ്പം കടന്നു വന്ന അതേ ട്രംപിനെ തന്നെയാണ് രാഷ്ട്രീയ പ്രചരണത്തിനിടെ വെടിയേറ്റപ്പോഴും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന ട്രംപിൽ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവിതം അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്നാണ്. എനിക്ക് അത് വളരെ വലിയ സന്തോഷമുണ്ടാക്കി. കാരണം ഞാനും രാജ്യമൊന്നാമത് എന്ന് ചിന്തിക്കുന്ന ആളാണ്, അദ്ദേഹവും രാജ്യമൊന്നാമത് എന്ന് ചിന്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ചിന്ത അമേരിക്ക ഫസ്റ്റ് ആണെങ്കിൽ എൻ്റെ ചിന്ത എൻ്റെ ഭാരതം ഒന്നാമത് എന്ന വ്യത്യാസം മാത്രം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജോഡി വളരെ നന്നായിട്ട് തന്നെ പോകും. നോക്കൂ, ഇന്നത്തെ കാലത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മിക്ക രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ്. അവർ മാധ്യമങ്ങളിലൂടെയാണ് പരസ്പരം അറിയുകയും പറയുകയും ചെയ്യുന്നത്. എല്ലാ രാജ്യത്തലവന്മാരും പരസ്പരം കണ്ട് സംസാരിച്ച് അവർ തമ്മിലുള്ള ബന്ധം നിലനിർത്താനും പുതുക്കാനും ശ്രമിക്കാറില്ല. മാത്രമല്ല ഭാഷയുടെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഇടനിലക്കാരനും ഇവർ തമ്മിൽ സംസാരിക്കാൻ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ ഒരു അകൽച്ചയും ഉണ്ടാകും. ട്രംപ് ആദ്യമായി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ വൈറ്റ് ഹൗസിൽ പോയിരുന്നു. അന്ന് ട്രംപിനെ കുറിച്ച് മറ്റൊരു രീതിയിലാണ് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരുന്നത്. അത്തരം ബ്രീഫിംഗ് ആണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനും ചെറിയ അമ്പരപ്പിലായിരുന്നു. ഏത് രീതിയിലായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക, സംസാരിക്കുക എന്നൊക്കെയുള്ള ഒരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ വൈറ്റ് ഹൗസിലെത്തി അദ്ദേഹത്തെ കണ്ട ആദ്യ മിനിറ്റിൽ തന്നെ അദ്ദേഹം എല്ലാ പ്രോട്ടോക്കോളും മാറ്റിവെച്ച് എൻ്റെ അരികിലേക്ക് ഓടി വന്ന് സംസാരിച്ചു. കൂടാതെ അദ്ദേഹം സ്വയം എന്നെ ആ വൈറ്റ് ഹൗസ് മുഴുവൻ കൊണ്ടുകടന്ന് കാണിച്ചു. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പേപ്പറോ പേനയോ അദ്ദേഹത്തിന്റെ കൂടെ ആളുകളോ ഒന്നുമില്ല. അദ്ദേഹം സ്വയം എന്നെ കൈപിടിച്ച് കൊണ്ടുകടന്ന് വൈറ്റ് ഹൗസിലെ ഓരോ കാര്യങ്ങളും കാണിച്ചു തരികയാണ്. എബ്രഹാം ലിങ്കൺ ഇവിടെയാണ് ഉണ്ടായിരുന്നത്, ഇവിടെയാണ് ഇരുന്നത്. ഈ കോർട്ടിന് എന്തുകൊണ്ടാണ് ഇത്രയും നീളം വന്നത്, അതിന്റെ കാരണം എന്താണ്, ഈ ടേബിളിൽ ഏത് പ്രസിഡന്റിന്റെ കയ്യൊപ്പാണുള്ളത്, ഇതിന്റെ ഡേറ്റ് അടക്കം അദ്ദേഹം എനിക്ക് വിശദീകരിച്ച് തന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിൽ അത് വളരെ വലിയ ഇംപ്രഷൻ ഉണ്ടാക്കി അദ്ദേഹത്തോട്. അദ്ദേഹം ആ ഭരണഘടനാ സ്ഥാപനത്തോട് എത്ര വലിയ ബഹുമാനമാണ് കാണിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അമേരിക്കയുടെ ചരിത്രത്തോട് എത്രമാത്രം അദ്ദേഹം നീതി പുലർത്തുന്നുണ്ട്, അതിൽ അദ്ദേഹം താല്പര്യം കാണിക്കുന്നുണ്ട് എന്നും ഞാൻ ചിന്തിച്ചു. മാത്രമല്ല അതിഥിയോടും അമേരിക്കയോടും അദ്ദേഹം എത്ര ബഹുമാനം കൊണ്ടു നടക്കുന്നുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കി. ആദ്യമായി കാണുന്ന ഒരാളാണ്, എന്നിട്ട് പോലും അദ്ദേഹം എന്നോട് വളരെയധികം മനസ്സ് തുറന്നാണ് സംസാരിച്ചത്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു, ബൈഡൻ പ്രസിഡന്റായി. പക്ഷേ അദ്ദേഹം പ്രസിഡന്റ് അല്ലാതിരുന്ന ഈ കഴിഞ്ഞ 4 വർഷമുണ്ടല്ലോ, അപ്പോഴും എന്നെ അറിയുന്ന ആരെങ്കിലും അദ്ദേഹം മീറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്നെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. പ്രസിഡന്റ് അല്ലാതിരുന്ന കഴിഞ്ഞ 4 വർഷത്തിൽ കുറഞ്ഞത് 50 തവണയെങ്കിലും അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട്, മോദി ഈസ് മൈ ഫ്രണ്ട്, കൺവേ മൈ റിഗാർഡ്സ് എന്ന്. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നോടുള്ള ബന്ധം. പ്രധാനമന്ത്രിജി കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം പറഞ്ഞത്,
അദ്ദേഹത്തെക്കാൾ മികച്ച നെഗോഷിയേറ്ററാണ് നരേന്ദ്രമോദി എന്ന്. അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നെഗോഷിയേറ്ററായിട്ടാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെക്കാൾ മികച്ച നെഗോഷിയേറ്റർ താങ്കളാണെന്നാണ്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ മഹത്വം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പോലും ഞാൻ അദ്ദേഹത്തെക്കാൾ വളരെ ഇളയതാണ്. എന്നിട്ടും അദ്ദേഹം എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് തീർച്ചയായും എനിക്ക് അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം പല കാര്യങ്ങളിൽ എന്നെ പലയിടത്തും അഭിനന്ദിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. ഞാൻ എവിടെയും ഏത് ഫോറത്തിലും സംസാരിക്കുന്നത് ഭാരതത്തിൻ്റെ താല്പര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. ആരെയും ചെറുതാക്കാനോ മോശമാക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. എൻ്റെ നാട്ടിലെ ജനങ്ങൾ എനിക്ക് അധികാരം നൽകിയത് എൻ്റെ രാജ്യത്തിന് വേണ്ടി എല്ലായിടത്തും പോയി സംസാരിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാരതീയർ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രധാനമന്ത്രിജി, താങ്കൾ കഴിഞ്ഞ തവണ അമേരിക്കയിൽ വന്നപ്പോൾ നിരവധി ആളുകളുമായി സംസാരിച്ചിരുന്നു. ഇലോൺ മസ്ക്, തുളസി ഗബാർഡ്, നിരവധി ആളുകൾ. അതിൽ നിന്ന് താങ്കൾ എന്താണ് നേടിയത്? എന്താണ് താങ്കളുടെ പ്രധാനപ്പെട്ട ഓർമ്മകൾ? നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പ്രസിഡന്റ് ട്രംപിൻ്റെ 2 ടേമും കണ്ടിട്ടുണ്ട്. ഈ 2ാം ടേമിൽ അദ്ദേഹം ആദ്യ ടേമിനേക്കാൾ വളരെയധികം പ്രിപ്പയർഡാണ്. അടുത്ത 4 വർഷം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. വ്യക്തമായ പ്ലാൻ അദ്ദേഹം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമിലെ നിരവധി ആളുകളുമായി ഞാൻ സംസാരിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഇത്തവണ തിരഞ്ഞെടുത്ത ടീമും ഏറ്റവും മികച്ചത് തന്നെയാണ്. ഞാൻ അവരുമായി സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പ്രസിഡന്റ് ട്രംപിൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വരും 4 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്ന ശക്തമായ ടീം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉള്ളതെന്നാണ്. ഇലോൺ മസ്ക് ആയാലും തുളസി ഗബാർഡ് ആയാലും വിവേക് രാമസ്വാമി ആണെങ്കിലും എല്ലാവരെയും ഞാൻ കണ്ടത് അവരുടെ കുടുംബത്തോടൊപ്പമാണ്. അതൊരു വല്ലാത്ത പ്രത്യേക മീറ്റിങ്ങുകളായിരുന്നു. ഇലോൺ മസ്കുമായി എനിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം മുതലേ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം തൻ്റെ കുടുംബത്തോടും കുട്ടികളോടൊപ്പമാണ് വന്നത്. അതൊരു വലിയ അനുഭൂതിയായിരുന്നു. പല വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. നോക്കൂ, 2014 ഞാൻ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സമയത്തും ഞാൻ ചിന്തിച്ചിരുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. പഴയ ഭാരതത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന്. പഴയ രോഗങ്ങളും പഴയ ചുവപ്പ് നാടകളും അനാവശ്യ നിയമങ്ങളും എല്ലാം പൊളിച്ചെഴുതി ഭാരതത്തിന് പുതിയൊരു ദിശയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഞാൻ 2014 ആഗ്രഹിച്ചത്. അതാണ് ഞാൻ കഴിഞ്ഞ 11 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇന്ന് പ്രസിഡന്റ് ട്രംപിൻ്റെ 2ാം ടൈമിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെയൊന്നും അന്ന് ലോകതലത്തിൽ ചർച്ചയായിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ 2014 വളരെ വലിയ സ്റ്റെപ്പുകൾ ഭാരതത്തിൽ ഞങ്ങളും എടുത്തിരുന്നു. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നോക്കൂ, 2014 ഞാൻ ഭാരതത്തിൽ ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ ആ സമയത്ത് സർക്കാരിൻ്റെ നിരവധി പ്രൊജക്റ്റുകളുണ്ടല്ലോ, സാധാരണ ആളുകൾക്ക് സബ്സിഡി കൊടുക്കുന്ന പദ്ധതികൾ. അത്തരം പല സബ്സിഡികളും ലഭിച്ചിരുന്ന ആളുകളുടെ കണക്കെടുത്തപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ സബ്സിഡി വാങ്ങുന്ന പല ആളുകളും ജനിച്ചിട്ട് പോലുമില്ല. പലതും ഫേക്ക് പേരുകളാണ്. ഭാരതത്തിൽ ജനിച്ചിട്ടേ ഇല്ലാത്ത ആളുകളിൽ പല ആളുകൾക്കും വികലാംഗ പെൻഷനും വിധവാ പെൻഷനും ഒക്കെ ലഭിച്ചുകൊണ്ടേയിരുന്നിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം ഒരു സ്ക്രൂട്ടണി തയ്യാറാക്കി പരിശോധിച്ചു. അതുകൊണ്ടുണ്ടായ മാറ്റം മനസ്സിലാക്കിയാൽ താങ്കൾക്കൊരുപക്ഷെ അത്ഭുതം തോന്നും. കൃത്യമായി പരിശോധിച്ചപ്പോൾ 10 കോടി പേരാണ്, 10 കോടി ആളുകളാണ് ഫേക്കായി ഈ രീതിയിൽ കൃത്രിമ രേഖകൾ വഴി സർക്കാരിൻ്റെ പണം വാങ്ങിയിരുന്നത്. ഞാൻ അതെല്ലാം അവസാനിപ്പിച്ചു. ആ പണം ഇന്ന് അർഹതപ്പെട്ട ആളുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം വഴി നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. വളരെ വലിയ വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടായത്. ജനിച്ചിട്ടേ ഇല്ലാത്ത 10 കോടി ആളുകളുടെ പേരിലേക്ക് ഇടനിലക്കാർ വഴി പോയിരുന്നത് ഞാൻ നിർത്തലാക്കിയപ്പോൾ 3 ലക്ഷം കോടി രൂപയാണ് എൻ്റെ സർക്കാരിന് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജി ഉപയോഗിക്കുന്നത് വഴി എനിക്ക് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. സർക്കാരിൻ്റെ കീഴിൽ എല്ലാ വകുപ്പുകളും എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ജാം പോർട്ടൽ എന്നൊരു സൈറ്റ് ഞാൻ ഉണ്ടാക്കി. അവിടെ രജിസ്റ്റർ ചെയ്ത് കൃത്യമായി 3 കൊട്ടേഷനുകൾ വന്ന് അതിൽ ഏറ്റവും കുറവ് കൊട്ടേഷനുള്ള ആളുകളിൽ നിന്ന് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങണം എന്നുള്ള പ്രത്യേക നിയമം ഞാൻ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ അഴിമതിയും ഇല്ലാതാക്കാൻ എനിക്ക് കഴിഞ്ഞു. 2014 ഞാൻ അധികാരത്തിൽ വരുമ്പോൾ നിരവധി കംപ്ലയൻസുകൾ രാജ്യത്തിനോട് ബാധ്യതയായിരുന്നു.
അനാവശ്യമായ നൂലാമാലകൾ, ഏതാണ്ട് 4000-ലധികം അത്തരം അനാവശ്യ നിയമങ്ങളാണ് ഞാൻ ഇല്ലാതാക്കിയത്. അത് കാരണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഭാരതത്തിൽ വളർന്നിരിക്കുന്നു. ഏതാണ്ട് 1500 നിയമങ്ങൾ, അനാവശ്യ നിയമങ്ങൾ ഞാൻ ഇല്ലാതാക്കി. പ്രധാനമന്ത്രിജി, താങ്കളും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി വളരെ നല്ല സൗഹൃദത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടെന്നും കേൾക്കുന്നു. ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നോക്കൂ, ഭാരതവും ചൈനയും തമ്മിലുള്ള ബന്ധം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ഭാരതവും ചൈനയും വളരെയേറെ പഴക്കമുള്ള പുരാതന സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സിവിലൈസേഷനാണ് ഭാരതത്തിലും ചൈനയിലും ഉള്ളത്. ഈ ആധുനിക കാലത്തും ഭാരതവും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിൽ തുടരുന്നുമുണ്ട്. പഴയ കാല കണക്കുകൾ എടുത്തു നോക്കിയാൽ ഭാരതവും ചൈനയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും പഠിച്ചും പഠിപ്പിച്ചും ജീവിച്ച രാജ്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ പഴയ ചരിത്രമെടുത്താൽ ലോകത്തിൻ്റെ ആകെ GDP-യുടെ 50% കൈകാര്യം ചെയ്യുന്നത് കേവലം ഭാരതവും ചൈനയും എന്ന 2 രാജ്യങ്ങൾ മാത്രമായിരുന്നു. അത്രയും പ്രാധാന്യം ചൈനയ്ക്കും ഭാരതത്തിനും ഉണ്ടായിരുന്നു. നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പരം സഹകരിച്ചും പഠിച്ചും പഠിപ്പിച്ചും നല്ല ബന്ധമാണ് തുടർന്നു പോന്നിരുന്നത്. ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനായ ഗൗതമ ബുദ്ധൻ തന്നെയാണ് ചൈനയുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനായി മാറിയിട്ടുള്ളത്. ഭാവിയിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അതേ രീതിയിൽ തന്നെ നന്നായി പോകേണ്ടതുണ്ട്. 2 അയൽരാജ്യങ്ങൾ തമ്മിൽ സ്വാഭാവികമായും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. കുടുംബത്തിൽ പോലും പരസ്പരം പല തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 2 അയൽരാജ്യങ്ങൾ തമ്മിൽ, അതും ഇത്രയും പ്രാധാന്യമുള്ള ശക്തിയേറിയ 2 അയൽരാജ്യങ്ങൾ തമ്മിൽ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് സാധാരണമാണ്. പക്ഷേ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡിഫറൻസ് ഒരിക്കലും ഒരു ഡിസ്പ്യൂട്ടിലേക്ക് പോകരുത് എന്നാണ്. നോക്കൂ, 2 രാജ്യത്തിനും അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും. സ്വാഭാവികമായും 2 രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുക. ഭാരതം എല്ലായ്പ്പോഴും നേരിട്ട് സംസാരിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശരിയാണ്, ലോകത്ത് കേൾക്കുന്നത് പോലെ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ ചില തർക്കങ്ങളുണ്ട്. 2020 പ്രത്യേകിച്ചും ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായി. അത് കാരണം ലോകമാകെ അത് ചർച്ചയുമായതാണ്. പക്ഷേ വളരെ അടുത്ത കാലത്ത് ഞാനും ചൈനീസ് പ്രസിഡന്റ് ഷിയുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2020 മുൻപുള്ള സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അതിർത്തിയുടെ കാര്യത്തിലാണെങ്കിലും 2020 മുമ്പുള്ള സ്ഥിതിയിലേക്ക് ഞങ്ങൾ 2 പേരും പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. പതിയെ പതിയെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ നല്ല ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ 5 വർഷമായി ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധം പഴയതുപോലെ പുനഃസ്ഥാപിക്കാനും കുറച്ച് സമയമെടുക്കും എന്നറിയാം. നോക്കൂ, 2021 ഏഷ്യയുടെ കാലമാണ്. വളരെ ശക്തമായ 2 രാജ്യങ്ങളെന്ന നിലയിൽ ഇന്ത്യയും ചൈനയും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് 2 പേരുടെയും ആവശ്യമാണ്. തർക്കങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ എങ്കിലും ഒരു കോമൺ ഇൻട്രസ്റ്റിലേക്ക് ചർച്ചകൾ കൊണ്ടുവന്ന് പരസ്പര സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനുവേണ്ടി എല്ലാം ചെയ്യാൻ ഭാരതം തയ്യാറാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നോക്കൂ പ്രധാനമന്ത്രിജി, ലോകമെന്ന് ഭയത്തോടെ നോക്കിക്കാണുന്നത് ഇനിയും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുമോ എന്നാണ്. പല കാര്യങ്ങളിലും അമേരിക്കയും ചൈനയും തമ്മിൽ ഇപ്പോഴും തർക്കത്തിലാണ്. ഉക്രൈനും റഷ്യയും തമ്മിൽ പ്രശ്നം, ഇറാനും അമേരിക്കയും തമ്മിൽ പ്രശ്നം, ഇസ്രയേലും പാലസ്തീനും മറ്റു രാജ്യങ്ങളുമായ പ്രശ്നം. ഇനിയും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ ചിന്തിക്കുന്നത്? നോക്കൂ, 2020 നമ്മൾ കണ്ട കോവിഡ് കാലഘട്ടമുണ്ടല്ലോ, ആ വൈറസ് എല്ലാ രാജ്യങ്ങൾക്കും ഒരു കൃത്യമായ പാഠം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ തരത്തിൽ പുരോഗതി നേടിയ രാജ്യമാണെന്ന് പറഞ്ഞാലും, എത്ര സൈനികശക്തിയുള്ള രാജ്യമാണെന്ന് പറഞ്ഞാലും, എത്ര ശാസ്ത്ര പുരോഗതിയുള്ള രാജ്യമാണെന്ന് പറഞ്ഞാലും അവരെല്ലാവരും തിരികെ മണ്ണിലേക്ക് എത്തിയ കാലമാണ് കോവിഡ് കാലഘട്ടം.
ഞാൻ കരുതിയത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആ കാലഘട്ടത്തിലെ അനുഭവം കാരണമെങ്കിലും ചിലത് പഠിക്കുമെന്നാണ്. ഒരു പുതിയ ലോകക്രമത്തിലേക്ക് കോവിഡ് വൈറസെങ്കിലും നമ്മളെ കൊണ്ടെത്തിക്കുമെന്നാണ് ഞാൻ കരുതിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ലോകക്രമം ഉണ്ടായതുപോലെ കോവിഡിന് ശേഷവും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. നിർഭാഗ്യവശാൽ തിരിച്ചാണ് സംഭവിച്ചത്. സമാധാനത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നതിന് പകരം ഓരോ രാജ്യങ്ങളും അവരുടേതായ വഴിയിൽ ചുരുങ്ങി വിഘടിക്കുകയാണ് ഉണ്ടായത്. സ്വാർത്ഥതയിലേക്കും അനിശ്ചിതത്വത്തിലേക്കുമൊക്കെയാണ് പോയത്. യുദ്ധം അതിൻ്റെ ആക്കം കൂട്ടുകയും ചെയ്തു. ഇന്ന് മിക്കവാറും എല്ലാ മേഖലയിലും പല രാജ്യങ്ങളും തമ്മിൽ തർക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായി സംഘർഷവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം നോക്കേണ്ട ഐക്യരാഷ്ട്രസഭയാകട്ടെ ഒരു റിഫോംസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇന്നത്തെ കാലത്ത് ഒരു പ്രാധാന്യവും ഇല്ലാതായിരിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളും അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. പല നിയമങ്ങളും പല രാജ്യങ്ങളും പാലിക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളും ചെയ്യേണ്ടത് ഈ സംഘർഷത്തിൻ്റെ പാത ഉപേക്ഷിച്ച് സമന്വയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാത സ്വീകരിച്ച് ഐക്യപ്പെടുക എന്നുള്ളതാണ്. അതിർത്തി വലുതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ട് സ്വന്തം രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് നിലനിൽക്കാനേ ആവില്ല. എല്ലാ രാജ്യങ്ങളും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമില്ലാതെ ഒരു രാജ്യത്തിനും ഇന്നത്തെ കാലത്ത് നിലനിൽപ്പില്ല എന്നുള്ളതാണ് വസ്തുത. അത് മനസ്സിലാക്കി എല്ലാ രാജ്യങ്ങളും പ്രവർത്തിച്ചാൽ തന്നെ ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ കഴിയും. ഒരു രാജ്യത്തിനും ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. അവരെത്ര വലിയ ശക്തിയാണെന്ന് പറഞ്ഞാലും. നോക്കൂ, എല്ലാ ആഗോള മീറ്റിങ്ങുകളിലും ഞാൻ പോകുമ്പോൾ ഈ വിഷയങ്ങൾ എല്ലാവർക്കും മുമ്പിൽ വെക്കാറുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ സംഘർഷങ്ങളെല്ലാം അവസാനിച്ച് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്.